സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ഡാക്ടർസിലേക്ക് സ്വാഗതം. ലോകകപ്പ് അതിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. വൻനിര ടീമുകൾ, വലിയ പ്രതീക്ഷയുള്ള ടീമുകൾ കളത്തിലേക്ക് വരികയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ബ്രസീൽ ഇതാ ലോകകപ്പിൻ്റെ മത്സരവേദിയിലേക്ക് എത്തുന്നു. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്കാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. അതിന് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ജൂലൈ 19 നടക്കുന്ന കലാശ പോരാട്ടത്തിൻ്റെ വേദി കൂടിയാണ്. അവിടെ തുടക്കമിടുന്ന ബ്രസീൽ അവസാന പോരാട്ടത്തിലും അവിടെ ഉണ്ടാകുമോ, കിരീടമുയർത്തുമോ എന്നൊക്കെയുള്ള ചർച്ചകളും മറ്റ് പ്രതീക്ഷകളും ഒക്കെയാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. എനിക്കൊപ്പം ഫൈസൽ ഹംസ ചേരുന്നു, ഒപ്പം ജയേഷ് പൂക്കോട്ടരുമുണ്ട്. സ്വാഗതം രണ്ടുപേർക്കും. അടുത്ത ബ്രസീൽ ആരാധകനായ ഫൈസലിലേക്ക് തന്നെ ആദ്യം പോകേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഈ ലോകകപ്പിൽ മറ്റ് ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പരിശീലകൻ്റെ സാന്നിധ്യത്തിലാണ് ഇത്തവണ ബ്രസീലുകാർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാർലോസ് ആഞ്ചലോട്ടി എന്ന അതിപ്രഗത്ഭനായിട്ടുള്ള, കിരീടങ്ങളാൽ ആദരിക്കപ്പെട്ടിട്ടുള്ള, അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ആഞ്ചലോട്ടിയുടെ സാന്നിധ്യം നമുക്ക് താരങ്ങളിലേക്കൊക്കെ മാറ്റി നിൽക്കാം. ആ വ്യക്തി, ഇറ്റാലിയൻ സ്വദേശിയായിട്ടുള്ള ആഞ്ചലോട്ടിയുടെ സാന്നിധ്യം, അയാളുടെ തന്ത്രങ്ങൾ, അവർ നൽകുന്ന മുൻതൂക്കം, അതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ്? എൻ്റെ ഓർമ്മകൾ പോകുന്നത് 2002 2002 സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. യോഗ്യത നേടാൻ ബ്രസീൽ ഏറെ പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് പ്രതിഭാ ധാരാളിത്തം ഉണ്ടായിരുന്നിട്ടും ലാറ്റിൻ അമേരിക്കയിൽ തപ്പിത്തടഞ്ഞു മുന്നേറുന്ന ഒരു ബ്രസീലിനെ നമ്മൾ കണ്ടതാണ്. ആ ടീമുമായി എത്തിയാണ് ഫിലിപ്പ് സ്കൊളാരി എന്ന ബ്രസീലിക്കാരനായ കോച്ച് അത്ഭുതം സൃഷ്ടിക്കുന്നത്. ബ്രസീലിന് വേണ്ടിയിട്ട് ലോക കിരീടം നേടുമെന്ന് നേടിക്കൊടുക്കുന്നത്. അന്ന് എല്ലാവരും എഴുതിത്തള്ളുന്ന, ഒരു പക്ഷേ സമീപകാലത്ത് ബ്രസീലിനെ എഴുതിത്തള്ളിയ ഒരു ടൂർണമെൻറ്റ് അതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ബ്രസീൽ വിസ്മയം കാണിച്ചിട്ടുണ്ട്. സമാനമായ സാഹചര്യമാണ് ഇത്തവണയുണ്ടായത്. ലാറ്റിൻ അമേരിക്കയിൽ വളരെയധികം പ്രയാസപ്പെട്ടാണ് ബ്രസീൽ മൂന്നാമതായി യോഗ്യത നേടി എന്നുണ്ടെങ്കിൽ പോലും അതിന് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സമീപകാലത്തെ യോഗ്യതാ റൗണ്ടിലൊന്നും ബ്രസീലിന് അത്തരത്തിലുള്ള പ്രയാസം നേരിട്ടിരുന്നില്ല. അവിടെ നിന്നാണ് ബ്രസീൽ ഒരു മുടന്തി നീങ്ങുന്ന സാഹചര്യത്തിൽ നിന്നാണ് കാർലോ ആഞ്ചലോട്ടിയിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോകകപ്പിന് ശേഷം തന്നെ ആഞ്ചലോട്ടിയെ ബ്രസീൽ സമീപിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് ക്ലബ്ബ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ ഉള്ളതിനാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായില്ല എന്നതാണ്. ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോ ഗെയിമിനെയും അതാത് ഗെയിമായി മാത്രം സമീപിക്കുന്ന ഒരാളാണ്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബ്രസീലിന് കിട്ടാവുന്ന, ഈ ഒരു ടീമിനെ വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല പരിശീലകൻ ആഞ്ചലോട്ടി തന്നെയാണ് എന്നുള്ളതാണ്. ലോകത്ത് അതിന് പകരം വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പെപ്പിനെ മാത്രമേ പകരം വെക്കാൻ ഒരാളുള്ളൂ. ഏറ്റവും ബ്രസീലിൻ്റെ പ്രധാന പ്രശ്നം നമുക്കറിയാം, മിഡ്ഫീൽഡാണ്. അപ്പോൾ ആ മിഡ്ഫീൽഡിൽ കളി മെനയുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അത് പൊസഷൻ ഗെയിമിലേക്ക് പോകാൻ ബ്രസീലിനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ കൗണ്ടർ അറ്റാക്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് കളി മെനയുക എന്നുള്ളതാണ്, അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ്. ആഞ്ചലോട്ടി കഴിഞ്ഞ സന്നാഹ മത്സരങ്ങളും സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം നടത്തിയ, ഇപ്പോൾ ഫ്രാൻസിനെതിരെ തോറ്റതെല്ലാം മാറ്റി നിർത്തിയാൽ ആഞ്ചലോട്ടി സ്ഥാനമേറ്റതിന് ശേഷം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാ തരത്തിലും ടീമിനെ ഉടച്ചു വാർക്കാനോ പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിക്കാനോ ഒരു വർഷം കൊണ്ട് ഒരാൾക്കും സാധിക്കില്ല. പക്ഷേ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ ബ്രസീൽ ടീമിൽ നമ്മൾ ആഞ്ചലോട്ടിക്ക് മുമ്പും ആഞ്ചലോട്ടിക്ക് ശേഷവും പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ആഞ്ചലോട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആഞ്ചലോട്ടിയുടെ ഒരു മികവ് എന്ന് പറയുന്നത് നോക്കൗട്ട് ടൂർണമെൻറ്റുകളിലാണ്. ലീഗ് ഫുട്ബോളുകളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ നേട്ടങ്ങളെക്കാൾ അദ്ദേഹം നോക്കൗട്ട്, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അദ്ദേഹം നേടിയതെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അത് വലിയ സംഘങ്ങളുമായി മാത്രമല്ല അദ്ദേഹം കിരീടങ്ങളും അല്ലെങ്കിൽ കിരീടത്തിന് അടുത്തെത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. അത് ഒരു ശരാശരി ടീമിനൊപ്പവും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾ നിർണായകമാകും. ഞാൻ പറയുന്നു, ഒരു ശരാശരിക്കാരായ ബ്രസീലുമായി ശരാശരിക്കപ്പുറത്തുമുള്ള ഒരു ഇറ്റലിക്കാരനായ കോച്ച് സ്വാഭാവികമായിട്ടും ബ്രസീലിൻ്റെ ഫുട്ബോൾ, ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ ടീമിൽ നിന്ന് നിങ്ങൾ ജോഗോ ബൊണീറ്റ പ്രതീക്ഷിക്കേണ്ട. ജോഗോ ബൊണീറ്റ അങ്ങനെ ഇന്ന് കളി കാണാനിരിക്കുന്ന ബ്രസീലിയൻ ആരാധകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ ബ്രസീലിയൻ ടീമിനെ അല്ല ഇന്ന് കാണാൻ പോകുന്നത്, ആഞ്ചലോട്ടിയുടെ ടീമിനെയാണ് കാണാൻ പോകുന്നത്. അവിടെ സ്കൊളാരിയുടെ തന്ത്രങ്ങൾ തന്നെയായിരിക്കും. കളി ജയിക്കുക, ഏതർത്ഥത്തിൽ മൊറീനിയൊക്കെ പയറ്റുന്ന തന്ത്രങ്ങളായിരിക്കും, എങ്ങനെയെങ്കിലും കളി ജയിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പന്തുണ്ടാവില്ല, സ്വാഭാവികമായും പൊസഷൻ മറ്റവരുടെ കയ്യിലായിരിക്കും. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 നീക്കങ്ങൾ ബ്രസീൽ നടത്തുന്നു, അത് കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കുന്നു എന്നുള്ളതായിരിക്കും ആഞ്ചലോട്ടിയുടെ. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ജയേഷ്. ജോഗോ ബൊണീറ്റ അതിൽ ആനന്ദം കണ്ടിരുന്നവരാണ് പോയ തലമുറ ബ്രസീലിൻ്റെ ആരാധകർ എന്ന് പറഞ്ഞത്. കാലക്രമേണ അത് യൂറോപ്യൻ ശൈലി കടന്നു വന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. കളിക്കാർ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പുതിയ കോച്ചിങ്ങോട്ട് വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ. പക്ഷേ അപ്പോഴും സ്കൊളാരിയുടെ കാലത്ത് നമ്മൾ കണ്ട ഒരു ഏറ്റവും വലിയ കാര്യം, അവർക്ക് കായിക കാലത്തിൻ്റെ ബലത്തിൽ
കളി പിടിക്കുന്ന ഒരു സമീപനം അവർക്കുണ്ടായിരുന്നു. ശക്തരായിട്ടുള്ള കരുത്തന്മാരായിട്ടുള്ള ഡിഫൻഡേഴ്സിൻ്റെ വെച്ചിട്ടുകൊണ്ടും വിങ് ബാക്കുകളുടെ ഒരു സാന്നിധ്യം കൊണ്ടുമൊക്കെ ടിറ്റയുടെ കാലത്തേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ആക്രമണാത്മക ശൈലിയിലേക്ക് മാറുന്നുണ്ട്, പ്രസിംഗ് ഗെയിമിലേക്ക് മാറുന്നുണ്ട് കഴിഞ്ഞ 2 ലോകകപ്പിൽ. പക്ഷേ ഇത് മൊത്തത്തിൽ വ്യത്യസ്തമാണ്. അതായത് ഫൈസൽ പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് അത് കൃത്യമാണ്. ഇത് ബ്രസീൽ ടീമല്ല, ജോഗോ ബൊണീറ്റ കളിക്കുന്ന ബ്രസീൽ ടീമല്ല, മറിച്ച് ആഞ്ചലോട്ടി നിശ്ചയിക്കുന്ന ടീമാണ് എന്നുള്ളതാണ്. അപ്പം ഒരു വർഷം കൊണ്ട് ഒരു പരിശീലകന് ഒരു ടീമിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകാൻ കഴിയും, ഇത്രമാത്രം ശൈലി അവലംബിതമായിട്ടുള്ള ഒരു ടീമിൻ്റെ കാര്യത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന് ഈ യുവതാരങ്ങളുടെ ഒരു സാന്നിധ്യം, അതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. യുവതാരങ്ങളെ നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ള പരിശീലകൻ നിലയിൽ അവിടെ ഒരു ആഞ്ചലോട്ടിക്ക് ഒരു റോളുണ്ട്. രണ്ടാമതൊരു കാര്യം, വിനീഷ്യസ് നെയ്മറുടെ ഒരു അഭാവം എന്തായാലും അദ്ദേഹം ആദ്യ 2 കളികളിലെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല. ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായിട്ടുള്ള എതിരാളികളെയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാധ്യതകൾ അവർ തെളിഞ്ഞു വരിക? നമുക്ക് ബ്രസീലിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും വരാം. അതിനു മുമ്പ് ഫൈസലും അനുവേണ്ടും പറഞ്ഞ പോലെ തന്നെ ജോഗോ ബൊണീറ്റ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ബ്രസീലിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ബ്രസീല് ലാറ്റിൻ അമേരിക്കയിൽ തന്നെ വിശേഷിച്ച് അർജൻറ്റീനയെക്കാളും കുറെ കൂടി ഒരു ദരിദ്ര പശ്ചാത്തലമുള്ള ടീമുകളിലൊന്നാണ് ബ്രസീല്. അവർ ഫവേലകളിൽ നിന്നാണ് ഓരോ താരങ്ങളും ഉദയം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഏറെക്കുറെ ഒരുവിധം എല്ലാ പ്ലേയേഴ്സിനും പെലെ മുതൽ നെയ്മർ ആയിക്കോട്ടെ, എല്ലാവരും അതിന് മുമ്പുണ്ടായിരുന്ന റുബിഞ്ഞോ ആയിക്കോട്ടെ, ഒക്കെ ഫവേലകളിൽ നിന്ന് രൂപം കൊണ്ട താരങ്ങളാണ്. അവർക്ക് പട്ടിണി നന്നായിട്ട് അറിയാം, വിശപ്പ് നന്നായിട്ട് അറിയാം. ഈ പണ്ടൊക്കെ നമ്മൾ എഴുതുന്നതും പറയുന്നതും പോലെ തന്നെ കീറത്തുണിയൊക്കെ കെട്ടിയുണ്ടാക്കിയ പന്തുമായിട്ടാണ് അവർ കളി തുടങ്ങുന്നത്. അപ്പം അത്തരത്തിൽ തീരെ ഇല്ലായ്മയിൽ നിന്ന് വരുന്ന താരങ്ങളോട് നമുക്ക് എല്ലാ കാലത്തും ഒരു ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടം ബ്രസീലിനോട് തോന്നിയിട്ടുണ്ട്. അവർ ലൈക്ക് ഒരു സ്ട്രീറ്റ് ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ ഫുട്സാലൊക്കെ കളിക്കുന്ന ലാഘവത്തോടെയാണ് ഏറ്റവും സീരിയസ് ആയ ഗെയിം പോലും കളിക്കുന്നത്. അത്രത്തോളം ഭംഗി അതിനുണ്ടാവും. ഇപ്പോൾ റൊണാൾഡീഞ്ഞോ ആയിക്കോട്ടെ, പിന്നെ അതിനുശേഷം വന്ന കക്ക ആയിക്കോട്ടെ, എല്ലാം ഗംഭീരമായ രീതിയിലാണ് അവർ കളിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇഷ്ടം, ആ ഒരു ശൈലി, സാമ്പാ ഡാൻസ്, സാമ്പാ ശൈലി പറഞ്ഞ പോലെ എല്ലാം അതിനുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ഗെയിം തന്നെയാണ് ജോഗോ ബൊണീറ്റയെ പറയുന്നത്. അപ്പം അത്തരത്തിലൊരു ബ്യൂട്ടിഫുൾ ഗെയിം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ബ്രസീൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എല്ലാ ലോകകപ്പിലും കളിച്ച ഏക ടീം ബ്രസീൽ മാത്രമാണ്. 23 ലോകകപ്പിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നേ വരെ അവർ ബ്രസീലുകാരനല്ലാത്തൊരു പരിശീലകന് കീഴിൽ ഇറങ്ങിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അവർ മറ്റൊരു വിദേശ പരിശീലകന് കീഴിൽ ഒരു ലോകകപ്പിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ സ്വത്വവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും. ആഞ്ചലോട്ടിക്കുള്ള ഏക ലക്ഷ്യം കിരീടം നേടുക എന്നുള്ളത്. ഫൈസൽ നേരത്തെ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഉണ്ടായിരുന്നു. ആഞ്ചലോട്ടി ഒരു ബിഗ് ഗെയിം മാനാണ്. പ്രധാന മത്സരങ്ങളിൽ എങ്ങനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അത് ഡിഫൻസീവ് ഗെയിം കളിച്ചിട്ടാണെങ്കിലും ഫിസിക്കൽ ഗെയിം കളിച്ചിട്ടാണെങ്കിലും ഉള്ള തന്ത്രം കൃത്യമായിട്ട് അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനേക്കാളേറെ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉള്ള പ്ലെയേഴ്സ് ഉണ്ട്. അവർക്ക് അദ്ദേഹം നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ഊർജ്ജമുണ്ട്. അതിൽ നിന്നാണ് ആ പ്ലേയേഴ്സ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ ബ്രസീലിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ പോകുന്നത് നെയ്മറേക്കാളേറെ അല്ലെങ്കിൽ മറ്റു താരങ്ങളെക്കാളേറെ വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും. വിനീഷ്യസിനെ അദ്ദേഹം അഴിച്ചുവിട്ടാൽ വിനീഷ്യസ് അദ്ദേഹം ഈ 1-on-1 സിറ്റുവേഷൻ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്ത് മുന്നേറാൻ കെൽപ്പുള്ള താരമാണ് വിനീഷ്യസ്. നമ്മൾ എത്രയോ മത്സരങ്ങളിൽ കണ്ടിട്ടുണ്ട്. വിനീഷ്യസിൻ്റെ ഏറ്റവും മോശം ഫോമിനകത്തും ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ വന്ന അദ്ദേഹം ഒരു എൽ ക്ലാസിക്കോയിൽ വന്ന അദ്ദേഹം കാണിച്ച ഒരു 1-on-1 സിറ്റുവേഷനിൽ കയറിപ്പോയി ഗോൾ അടിച്ചത് ഓർമ്മയുണ്ട് ബാഴ്സയ്ക്കെതിരെ. അപ്പോൾ അത്തരത്തിൽ വിനീഷ്യസിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രസീൽ വേറൊരു ലെവലിൽ കളിക്കാൻ പോയിരിക്കും. അപ്പോൾ പിന്നെ ടീമിലേക്ക് വരുമ്പോൾ ബ്രസീലിൻ്റെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് വിങ് ബാക്കുകളായിരിക്കും. ബ്രസീൽ എല്ലാ കാലവും, അതായത് ബ്രസീൽ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ, ഇപ്പോൾ റീസെൻ്റ്ലി വെച്ച് നോക്കിയാൽ തന്നെ അവർക്ക് അവിടെ കഫു ഉണ്ടായിട്ടുണ്ട്, റോബർട്ടോ കാർലോസ് ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റ്ലി അവരുടെ സുവർണ്ണ തലമുറയിൽ വെച്ച് നോക്കുമ്പോൾ അവർക്ക് മാർസലോ ഉണ്ടായിട്ടുണ്ട്, ഡാനി ആൽവസ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വിങ് ബാക്കുകൾ എല്ലാ കാലത്തും ബ്രസീലിന് വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട്. കയറിപ്പോയി അതുപോലെ ഇറങ്ങി വരുന്ന ഇപ്പോൾ R9 ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നതിലൊക്കെ ഏറ്റവും വലിയ കാരണങ്ങളായിട്ടുള്ളത് അത്തരം വിങ് ബാക്കിൻ്റെ സംഭാവനകളായിരുന്നു. പക്ഷെ ഇത്തവണ നോക്കുമ്പോൾ വിങ് ബാക്കിൻ്റെ അഭാവം അവർക്കുണ്ട്. അവർക്ക് ഡാനിലോയും അലസാൻഡ്രോയുമാണ് തവണ 2 വിങ്ങിലും കളിക്കാനുള്ളത്. 2 പേർക്കും 35 വയസ്സ് കഴിഞ്ഞു. അത്ര സ്പീഡിയല്ല. ഓപ്പോസിറ്റ് നോക്കുമ്പോൾ അവിടെ അഷ്റഫ് ഹക്കീമിയെ പോലെ, റഹീം ഡയസിനെ പോലെ വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ അവരുടെ ഒപ്പം ഓടിയെത്തും, അതായത് മുന്നോട്ട് കയറി തിരിച്ച് ഓടിയെത്തുമോ എന്നുള്ളൊരു വലിയ ആശങ്ക അവിടെയുണ്ട്. ഒപ്പം തന്നെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറുടെ അഭാവം ഇപ്പോഴത്തെ ബ്രസീൽ ടീമിൽ ഞാൻ കാണുന്നുണ്ട്. നെയ്മർ ഉണ്ടെങ്കിൽ ഏറെക്കുറെ ആ പൊസിഷൻ കൃത്യമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയാണ്. നമ്മൾ
പല ഇഞ്ചുറി കൺസേൺ പറയുമെങ്കിൽ നെയ്മർ ഒരു വികാരത്തിൻ്റെ പുറത്താണ് എടുത്തതെന്നൊക്കെ പല രീതിയിലുള്ള ചർച്ചകളും മറ്റൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നെയ്മർ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇഞ്ചുറി ഉള്ള സമയത്തും ഒരു കോപ്പ ഫൈനലിൽ കളിച്ച് നമുക്ക് ഓർമ്മയുണ്ട് അർജന്റീനയ്ക്കെതിരെ ഏറ്റവും ഗംഭീരമായി. അന്നൊക്കെ നെഞ്ചിരിപ്പോടെയായിരുന്നു കണ്ടത്. ഏത് നിമിഷം നെയ്മർ കയറി ചെന്ന് ഗോൾ അടിക്കുക. 2-3 ഡിഫൻഡേഴ്സ് അവിടെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ആ വിങ്ങിലൂടെ തുറന്ന് കയറി പോകുന്നൊരു നെയ്മർ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ക്രിയേറ്റീവായിട്ട് അദ്ദേഹം പാസ് കൊടുക്കുന്ന ആളാണ് നെയ്മർ. അപ്പോൾ നെയ്മറുടെ ഒരു അഭാവം ബ്രസീലിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും ആദ്യത്തെ 1-2 മത്സരങ്ങൾ കളിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഏതിക്കെതിരെ ചിലപ്പോൾ വന്നേക്കും. പക്ഷേ മൊറോക്കോക്കെതിരെ, അതായത് ഈ വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ ഏറ്റവും ഹെവി വെയിറ്റ് പോരാട്ടമാണിത്. ഈ ഗ്രൂപ്പിലെ ചാമ്പ്യൻസിനെ നിർണ്ണയിക്കുന്ന പോരാട്ടമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെയ്മറുടെ പോലെയൊരു പ്ലെയർ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ഒരു ഇത് കിട്ടിയിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായേനെ. നെയ്മറുടെ അഭാവത്ത് എനിക്ക് തോന്നുന്നു പക്കേറ്റായിരിക്കും ആ റോള് ചെയ്യാനുണ്ടാകുക. പക്ഷേ ബ്രസീലിന് ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അവരുടെ മുന്നേറ്റം തന്നെയാണ്. ഏറ്റവും ഗംഭീരമായ ടീം അവിടെയുണ്ട്. ഇപ്പോൾ മത്യാസ് കുൻഹ ആയിരിക്കും ടോപ്പിൽ കയറാൻ പോകുന്ന. അങ്ങനെ എൻട്രിക്കിനെ പോലെ ഇതിൽ പകരക്കാരനായി വരുമ്പോൾ വിനീഷ്യസിനെ പോലെ, മാർട്ടിനെല്ലിയെ പോലെ, നല്ല റഫീനയെ പോലെ ഗംഭീരമായ പ്ലേയേഴ്സുണ്ട്. ഇപ്പോൾ വിനീഷ്യസ് റയലിൽ കളിക്കുന്ന കളിയും റഫീന ബാഴ്സയിൽ കളിക്കുന്ന കളിയും കളിച്ചാൽ തന്നെ സെറ്റാണ്. ബ്രസീൽ സെറ്റാണ്. അവർക്കിടയിലേക്ക് എൻട്രിക്കെ എങ്ങനെയായിരിക്കും കോച്ച് പ്രയോഗിക്കാൻ പോകുന്നത്? കാരണം അവർ വജ്രായുധമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പെലെയുടെ പിൻഗാമി എന്ന് തന്നെ, അല്ലെങ്കിൽ റൊണാൾഡോ നസാരിയുടെ പിൻഗാമി എന്ന് ബ്രസീലർ ഇതിനകം വാഴ്ത്തി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ താരത്തെ ഉൾക്കൊള്ളിക്കാൻ ഉള്ള സ്പേസ് അഞ്ചലോട്ടി കാണുന്നുണ്ടോ ഈ ടീമിൽ? എൻട്രിക്കിനെ എന്തായാലും ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഞാൻ കുറവാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും മാത്യൂസ് കുഞ്ഞയ്ക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി നൽകുക. അതിന് ഒരു കാരണം അദ്ദേഹം ഒരു വെർസറ്റൈലായിട്ടുള്ള പ്ലെയറാണ് എന്നുള്ളതാണ്. ഈ ഇപ്പോൾ ഫിസിക്ക് മാത്രമല്ല, ഫിസിക്കാണ് കൂടുതൽ പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇഗോർ തിയാഗോയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം ഈ ഒരു അപ്രവചനീയതയുണ്ട് കുഞ്ഞയുടെ നീക്കങ്ങളിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. ഒരു ഭാഗത്ത് ജയേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു മികവുണ്ട്. സ്വാഭാവികമായിട്ടും ആഞ്ചലോട്ടിക്ക് നന്നായി അറിയുന്ന പ്ലെയറാണ് വിനീഷ്യസ്. അപ്പോൾ പരമാവധി വിനീഷ്യസിനെ ഉപയോഗപ്പെടുത്തുക, വിനീഷ്യസിലേക്ക് കൂടുതൽ പന്തെത്തിക്കുക എന്നുള്ളതായിരിക്കും. സ്വാഭാവികമായും വിനീഷ്യസ് അവിടെ നന്നായി കളിക്കുമ്പോൾ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ വാക്വത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു കുഞ്ഞയ്ക്ക് എന്നുള്ളതാണ്. 2 വിങ്ങുകളിലും ബ്രസീൽ സ്ട്രോങ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. അതിനിപ്പോൾ റഫീനയാണെങ്കിലും മറുഭാഗത്ത് വിനീഷ്യസും, ഇനിയിപ്പോൾ വിനീഷ്യസിനെയോ ആരെങ്കിലും സബ് ചെയ്യേണ്ടി വന്നാൽ പോലും ഇരുവിങ്ങുകളിലും കളിക്കാൻ ശേഷിയുള്ള മാർട്ടിനെല്ലി അവിടെയുണ്ട്, അല്ലെങ്കിൽ ഹെൻറിക്ക് അവിടെയുണ്ട്. ഇവരെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഹാഫിലായിരിക്കും എൻട്രിക്കിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞ ഒരുപക്ഷെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ, ഇപ്പോൾ നമ്മൾ സന്നാഹ മത്സരത്തിൽ കണ്ടതാണ്, ഉദ്ദേശിച്ച ഒരു ഫലം സത്യത്തിൽ കിട്ടിയില്ല കുഞ്ഞയിൽ നിന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞ സ്വാഭാവികമായിട്ടും പ്രീമിയർ ലീഗ് കളിക്കുമ്പോഴും നമ്മളാണ് എല്ലാ മത്സരത്തിലും തിളങ്ങുന്ന ഒരു താരമൊന്നുമല്ല. പക്ഷേ നിർണായക നിമിഷങ്ങളിൽ ചില പ്രത്യേക മൂവുകളിലൂടെ അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റിയൊക്കെ അതിനൊരു കാരണമാണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലി ഉള്ള ഒരു സ്ട്രൈക്കർ കൂടിയാണ് അദ്ദേഹം യൂറോപ്പിൽ കളിക്കുമ്പോഴും. അപ്പോൾ അത് എത്രത്തോളം കുഞ്ഞ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും എൻട്രിക്ക് എപ്പോൾ വരും എന്നുള്ളത്. പക്ഷെ ഞാൻ കാണുന്ന ഇതിലെ ഏറ്റവും വലിയ പോരായ്മ, ബ്രസീൽ യഥാർത്ഥത്തിൽ ഇത്തവണ ഒരു വയസ്സൻ പട എന്ന് നമ്മൾ പറയേണ്ടി വരും. നേരത്തെ അത് ജയ സൂചിപ്പിക്കുകയുണ്ടായി. 2 ഫ്ലാങ്കിൽ യൂസ് ചെയ്യുന്ന ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന വിങ് ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത് ഏജ് എബോവ് 35 ആണ്. മാത്രമല്ല നമ്മുടെ സെൻറ്റർ ബാക്കുകളുടെ പ്രശ്നവും ഉണ്ട്. അവിടെ ഗബ്രിയേൽ മഗലസ് മാത്രമാണ്, അദ്ദേഹത്തിന് 28 വയസ്സായി. മറുഭാഗത്ത് മാർക്കിനോസ് 32 വയസ്സായി, 32-34 വയസ്സ്. ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ധൈര്യമുള്ളത് രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ച അല്ല, നല്ല ഫോമിലുമാണ് രണ്ട് പ്ലേയേഴ്സും. പക്ഷേ അതിന് മുൻപിൽ വരുന്ന പ്ലേയേഴ്സ് നമ്മൾ നോക്കാം. കസമേറോ 34 ഗിമറാസ് ഓക്കെ, അദ്ദേഹത്തെ ഇതാക്കാം. പക്ഷെ കസമേറയെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ പിന്നീട് വരുന്നത് ഫാബിഞ്ഞോയാണ്. അവിടെയും അതായത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ബ്രസീൽ സ്വാഭാവികമായിട്ടും ഇത്തവണ എല്ലാ സമയത്തും കളത്തിൽ നിർത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഡിഫൻസിന്റെ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ആഗ്രഹം ഒരു ബ്രസീലിയൻ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറെ വെച്ചിട്ട് ബ്രസീൽ കളിക്കണം എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ കസമേറോ ഒക്കെ കൂടുതൽ ഡിഫൻസീവ് റോൾ നൽകി അത് പരിഹരിക്കുക എന്നുള്ളതായിരിക്കും. അക്ഷരാർത്ഥത്തിൽ ബ്രസീൽ 5 ഡിഫൻഡർമാരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓൾറെഡി അത് മിഡ്ഫീൽഡിലാണെങ്കിൽ പോലും. കാരണം നേരത്തെ ജയസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ശക്തമായ മിഡ്ഫീൽഡുള്ള ടീമുകളിൽ ഒന്നാണ് മൊറോക്കോ എന്നുള്ളതാണ്. ബ്രൈൻ ഡയസ് അവിടെയുണ്ട്, അതോടൊപ്പം തന്നെ അമ്രബാത്ത് അവിടെയുണ്ട്, ഒനാഹി അവിടെയുണ്ട്. അപ്പോൾ ഈ പ്ലെയേഴ്സ്, ഈ ഏറ്റവും കരിസ്മാറ്റിക് ആയിട്ടുള്ള ഈ പ്ലെയേഴ്സ് മിഡ്ഫീൽഡ് നിയന്ത്രിക്കാൻ നിന്നാൽ ബ്രസീലിൻ്റെ ഗോൾ പോസ്റ്റിന് അത് വലിയ
പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ അത് മിഡ്ഫീൽഡിൽ വെച്ച് തന്നെ പൊട്ടിക്കുക എന്നുള്ളത് നിർണായകമാണ്. മാത്രമല്ല അഷ്റഫ് ഹക്കീമി ഡയസ് കൂട്ടുകെട്ട് എത്രത്തോളം ആ വിങ്ങിൽ പ്രശ്നമുണ്ടാക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അത് വലിയ പ്രശ്നമാണ്. ആ വിങ്ങിൽ ബ്രസീൽ വളരെയധികം പാടുപെടേണ്ടി വരും എന്നുള്ളതാണ്. മറുവശത്താണെങ്കിലും ഒനാഹി സൈബാരി കൂട്ടുകെട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വിങ്ങിലും ബ്രസീൽ അവിടേക്ക് പ്രയാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മറുവശത്തും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് പ്രതിരോധിക്കാനുള്ള ഏക മാർഗം മിഡ്ഫീൽഡിൽ തന്നെ അവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്, അത് തടയിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നീക്കം ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായിട്ടും നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പക്കറ്റെ ആയിരിക്കും മിഡ്ഫീൽഡിലെ മൂന്നാമൻ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബ്രൂണോ ഗിമറാസും കസമീറോയും പക്കറ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ആങ്കറിംഗ് റോളിലേക്ക്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുള്ള റോളിലേക്ക് വരാൻ അദ്ദേഹം മിടുക്കനുമാണ്. കാരണം വേണമെങ്കിൽ ഗോളടിക്കാനും കെൽപ്പുള്ള ഒരു താരമാണ് എന്നുള്ളത് തന്നെ. ഒരു 4-2-3-1 ലെവലിലായിരിക്കും ചിലപ്പോൾ വിന്യസിക്കാൻ സാധ്യത. 4-4 പറഞ്ഞു കേൾക്കുന്നുണ്ട്. അല്ല, ഈ പൊസിഷന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫോർമേഷന്റെ ഗുണം എല്ലാ സമയത്തും പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ 4-3-3 മാറാൻ പറ്റും, 4-2-3 4-4 മാറാൻ അനുസരിച്ച് മാറ്റാം. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം 2 ഡ്രിങ്ക്സ് ബ്രേക്ക് ഉണ്ട്. കൃത്യമായി നമുക്ക് ഗെയിം പ്ലാൻ തന്നെ, അതായത് സാധാരണ ഒരു ഹാഫിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ഗെയിം പ്ലാനുകൾ ഉണ്ടാവാറ്. ഇത് 20 മിനിറ്റിന് ശേഷം നമുക്ക് ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫോർമേഷനിലേക്ക് കിടക്കാനുള്ള സാധ്യത. മാത്രമല്ല നമ്മൾ വിട്ടുപോയ 2 സാധനം, 2 ടീമിൽ നല്ല ഗംഭീര ഗോൾ കീപ്പർമാരാണ്. ഒന്ന് അലിസൺ ബക്കർ ബ്രസീലിനുണ്ട്, അപ്പുറത്ത് യാസിൻ ബോനോയുണ്ട്. യാസിൻ ബോനോയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അദ്ദേഹം പ്രീമിയർ ലീഗിൽ ലിവർപൂൾ അടക്കം ഗംഭീരമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊരു ഇഞ്ചറി കൺസേൺ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. യാസിൻ ബോനോ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കാണിച്ച ഒരു പ്രകടനം നമുക്ക് നന്നായിട്ട് അറിയാം. അവർ മൊറോക്കോ ടോട്ടൽ തന്നെ ഒരു മൊത്തം ടീം നോക്കുകയാണെങ്കിൽ തന്നെ അവർ സ്പെയിനെ തോൽപ്പിച്ചിട്ടുണ്ട്, പോർച്ചുഗലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. സെമിയിൽ ഫ്രാൻസിന് മുമ്പിലാണ്, അത് അത്രയും പീക്കിൽ കളിച്ച ഫ്രാൻസിന് മുമ്പിലാണ് അവർ സെമിയിൽ തോൽക്കുന്നത്. ബാക്കി എല്ലാ ഗംഭീരമായിട്ട്. അതിന് തന്നെ എടുത്തു പറയാനുണ്ടായിരുന്നത് ഒരു സൊഫിയാൻ അബ്രമാത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു ഹീറോ, അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ ഡിഫൻസിൽ നിന്ന് കൃത്യമായിട്ട് ബോളെടുത്ത് മുന്നേറ്റത്തിലെത്തിച്ചു. 90 മിനിറ്റ്സും ഒരു തളർച്ചയും ഇല്ലാതെ കളിക്കുക എന്നുള്ളതാണ് അമ്രബാത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് പറയുമ്പോഴേ അമ്രബാത്ത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, പക്ഷെ അദ്ദേഹം ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായി നമ്മൾ പല ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പം യാസിൻ ബോനോയുടെ ഒരു പുതിയ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട്. ബ്രസീൽ ഫേവറിറ്റുകളാണ്, പക്ഷെ അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം, അത് ഞങ്ങൾ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ലോകകപ്പ് വരെ മൊറോക്കോ നമുക്ക് ഏതാണ്ട് ലോക ഫുട്ബോളിൽ അന്യമായിരുന്ന ഒരു ടീമാണ്. നമ്മൾ ഇതേപോലെ ചർച്ച ചെയ്യുന്ന ഒരു ടീമായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ഞാൻ പറയാം, ലോക ഫുട്ബോളിലെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള, അർജന്റീന കഴിഞ്ഞാൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ്. പിന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു ടീം സ്പെയിനാണ്. 2 വർഷമായിട്ട് പരാജയം അറിഞ്ഞിട്ടില്ല. 29 മത്സരമായി അവർ മുഴുവൻ സമയ മത്സരത്തിൽ അവർ തോറ്റൊരു മത്സരം എന്ന് പറയുന്നത് ഷൂട്ടൗട്ടിൽ ആഫ്രിക്ക നേഷൻസ് കപ്പിലെ അത്രയും സക്സസ് ആയിട്ട് അത്രയും ആത്മവിശ്വാസത്തോടെ കൂടെ വരുന്നതാണ്. അത് അവരുടെ ഇപ്പോൾ നമ്മളൊക്കെ ബെൽജിയത്തെ കുറിച്ച് പറയുന്നു, അതേപോലെ മൊറോക്കോയുടെ ഒരു ഗോൾഡൻ ജനറേഷനാണ്. പക്ഷേ അവരുടെ ഗോൾഡൻ ജനറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ ഒരു ടീമിൽ നിൽക്കുന്നില്ല, ഒരു 11 പേരിൽ നിൽക്കുന്ന ടീമല്ല. അതിനുശേഷം അവർ യൂത്ത് ലോകകപ്പ് നേടുന്നുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും, അതായത് ഫുട്ബോളിൻ്റെ സർവ്വ മേഖലയിലും പുരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് മൊറോക്കോ എന്നുള്ളതാണ്. അവരുടെ മിക്ക താരങ്ങളും യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളിൽ കളിക്കുന്നു എന്നുള്ളതാണ്. ബ്രസീലുമായി ചേർത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബ്രസീലിൻ്റെ പാരമ്പര്യം മാത്രമാണ് അതിൽ നിന്ന്. ബിഗ് ഗെയിമുകൾ കളിക്കുമ്പോൾ പാരമ്പര്യവും ആത്മവിശ്വാസവും എല്ലാം ഘടകമാണ്. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ ഞാൻ പറയും ഈ മത്സരത്തിൽ മൊറോക്കോയ്ക്ക് എഡ്ജുണ്ട് എന്നുള്ളതാണ്. ബ്രസീലിനെ അപേക്ഷിച്ച് ഈ കളിയിൽ സമീപകാല ഫോമും താരങ്ങളുടെ മികവും എടുത്തു നോക്കുമ്പോൾ മൊറോക്കോയ്ക്ക് ഒരു എഡ്ജുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ബ്രസീലിയൻ ആരാധകർ ഒരു പക്ഷേ ഇന്ന് പൂർണ്ണമായ വിജയം മാത്രം പ്രതീക്ഷിച്ച് കളി കാണേണ്ടതില്ല. ഒരു സമനിലയായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ഒരു അട്ടിമറിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ലോക റാങ്കിങ് തന്നെ എടുത്തു നോക്കുക, ബ്രസീൽ 6ാം സ്ഥാനത്തും തൊട്ടപ്പുറത്തുള്ളത് 7ാം സ്ഥാനത്തുമാണ്. ഒരു റാങ്കിൻ്റെ മാറ്റമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കളിക്കളത്തിലെ മികവ് കൊണ്ടോ അല്ലെങ്കിൽ കടലാസിലെ മേന്മ കൊണ്ടോ ഒട്ടും ബ്രസീലിന് എഡ്ജ് അവകാശപ്പെടാനുള്ള ഒരു ഗെയിം അല്ല ഇത് എന്നുള്ളതാണ്. ബ്രസീലിന് ആകെ ഉള്ള എഡ്ജ് എന്ന് പറയുന്നത് 5 തവണ ലോക ചാമ്പ്യന്മാരാണ്, ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ടീമാണ്, ലോകകപ്പ് കളിച്ചിട്ടുള്ള ഒരു പാരമ്പര്യവും അത് നൽകുന്ന ഒരു ആത്മവിശ്വാസവും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പ് എന്ന് പറയുന്നത് അവർ
6ാം ലോക കിരീടത്തിനായി 6ാം തവണ ശ്രമിക്കുന്ന ഒരു ഇതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മാക്സിമം നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ തവണയെല്ലാം ഈ സൂപ്പർ താരങ്ങളുമായി ലോകകപ്പിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ക്ലബിൻ്റെ നിയന്ത്രണത്തിലാണ്. സൂപ്പർ താരങ്ങൾക്ക് ഇഞ്ചുറി കൺസേൺ ഉണ്ടാവും, കൃത്യമായ നിർദ്ദേശം നൽകും ക്ലബ്ബുകൾ എന്നുള്ളതാണ്, ഇഞ്ചുറി ഉണ്ടാവരുത് എന്നുള്ളത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അത്തരം സൂപ്പർ താരങ്ങളില്ല എന്നുള്ളതാണ്. വിനീഷ്യസും റഫീനിയയും മാറ്റി നിർത്തിയാൽ ക്ലബ്ബുകളിൽ നിന്ന് ആ തരത്തിൽ കൺസേൺ കിട്ടുന്ന, കൃത്യമായ ഡയറക്ഷൻ കിട്ടുന്ന താരങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം നൽകാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നെയ്മർ ആണെങ്കിൽ പോലും, നെയ്മർ ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണോ പിച്ചിൽ ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ 100% നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും. മറ്റ് യാതൊരു നൂലാമാലകളും അല്ലെങ്കിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്ന മറ്റൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെ മുഴുവൻ ശതമാനവും പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലാണ് പ്രതീക്ഷ. അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഫൈസൽ പറഞ്ഞു നിർത്തിയത് നെയ്മറുടെ ഒരു കാര്യം. നെയ്മറിൻ്റെ ടീമിൽ ഉൾപ്പെടുത്തിയൊരു സെൻറ്റിമെൻറ്റലിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇമോഷൻ്റെ പുറത്താണെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച വരുന്നുണ്ട്. ആ സമയത്തുണ്ടായിരുന്നില്ല. കാരണം നെയ്മർ കളിക്കുമെന്നുള്ള രീതിയിൽ തന്നെ ഫിറ്റാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് ഇപ്പോൾ ആശങ്കയുണ്ട്. ആദ്യ മത്സരം കളിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഹേദിക്കെതിരെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ഒരു കൃത്യമായൊരു ഫിറ്റ്നസിനെ കുറിച്ച് കൃത്യമായൊരു സാധനം കിട്ടുന്നില്ല. അപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്നൊരു ചോദ്യങ്ങളിൽ സംശയങ്ങളൊക്കെ ബലപ്പെടുകയാണ്. അത്തരത്തിലൊരു സംഭവമുണ്ട്. ഒരു ഇമോഷൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സിന്റെ പുറത്തായിരിക്കുമോ നെയ്മർ ടീമിൽ ഉൾപ്പെടുത്തിയ ആഞ്ചലോട്ടി? അല്ല, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്വാധീനമുണ്ടല്ലോ ടീം അംഗങ്ങൾ. അതായത് നമുക്കിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ടീമിലുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഉള്ളപ്പോൾ RCBക്ക് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഘടകമാണ്. 34 വയസ്സുകാരനായ നെയ്മറെ ഉൾപ്പെടുത്തണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഫൈനൽ 11 എന്നുള്ളതല്ല, ടീമിനൊപ്പം സഞ്ചരിക്കുമ്പോൾ യുവതാരങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രചോദനം, ഇതൊക്കെ തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു കാരണം, ഉൾപ്പെടുത്താനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത്. മറുഭാഗത്ത് പ്രതീക്ഷകൾ വളർത്തുക എന്നുള്ള ലക്ഷ്യമുണ്ട്. പക്ഷേ സമീപകാലത്ത് ഈ പറഞ്ഞതല്ലാതെ ഒരു വാദം കൂടി ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എൻഡോഴ്സ്മെൻറ്റുകൾ, പരസ്യ കരാറുകൾ പോലും അദ്ദേഹത്തിൻ്റെ ടീമിലെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം നെയ്മറിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആഗോള പരസ്യങ്ങളുടെ വക്താക്കൾ, അവരുടെ സമ്മർദ്ദം കൂടി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താനും അവരുടെ പരസ്യ വിപണി തുറന്നു കൊടുക്കാനും കൂടുതൽ ശക്തമാക്കാനുള്ള സാന്നിധ്യം ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാദമുണ്ട്. അത് നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എങ്കിലും ഒരു കാര്യം എന്നെ സംബന്ധിച്ച് പറയാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, നെയ്മറിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ നെയ്മറിൻ്റെ അസാന്നിധ്യത്തിൽ അതിവൈകാരികതയോട് പ്രവർത്തിച്ച് തോറ്റുപോയ 2014 ഫൈനലിൽ സെമി ഫൈനലിൽ നമുക്ക് മാറ്റി നിർത്താം. ഈ നെയ്മർ ഇല്ലാതെ തന്നെ കഴിഞ്ഞ 5 വർഷത്തിന് ഒരു കിരീടം നേടി, കോപ്പ കിരീടം നേടി ഭൂഖണ്ഡ ചാമ്പ്യന്മാരാവുന്നുണ്ട്. ആ കിരീടം നേടുന്നതിന്, അല്ലെങ്കിൽ നെയ്മറിന് വേണ്ടിയിട്ട് കൂടി ആ കിരീടം നേടുന്നതിൽ നിർണായക പങ്കുവച്ച 11 കളിക്കാർ കഴിഞ്ഞ ലോകകപ്പിൽ ഈ ടീമിലുണ്ടായിരുന്നു, ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 7 പേർ ഇപ്പോഴും ഈ ടീമിലും ഉണ്ട്. ആ 7 പേർ നൽകുന്ന ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത് ഏതാണ്ട് ആ കോപ്പ കിരീടത്തിൻ്റെ, ആ ടൂർണമെൻറ്റിൻ്റെ ആ ഒരു ആവേശം തന്നെ ഈ ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്, ഒത്തൊരുമ ആ ടീമിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത, അതായത് അലിസൺ ബക്കർ തുടങ്ങുന്ന ആ താരനിര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ടീമിലുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ്, ഒരു ഒത്തൊരുമ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമല്ല. ഈ 7 താരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് എത്രമാത്രമായിരിക്കും? അതോടുകൂടെ ഈ നെയ്മറിൻ്റെ ടീമിലെ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വെച്ച് ആഞ്ചലോട്ടിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, നെയ്മറിനെ ഞങ്ങൾ പിച്ചിൽ മാത്രം ഉൾപ്പെടുത്താനല്ല ടീമിൽ ഉൾപ്പെടുത്തിയത്. പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ്. അത് ആഞ്ചലോട്ടിയുടെ മനസ്സിലാതെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് യുവതാരങ്ങൾക്ക് നൽകുന്ന ഒരു പ്രചോദനമുണ്ട്. അതിനു കൂടി വേണ്ടിയാണ് അദ്ദേഹത്തെ കൃത്യമായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇതുകൂടെ ലക്ഷ്യമിട്ട് തന്നെയാണ് നെയ്മറിനെ ഞങ്ങൾ ടീമിനൊപ്പം ചേർത്തത് എന്നുള്ളത് ആഞ്ചലോട്ടി സംശയങ്ങൾക്ക് അതീതമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ടീമിൻ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതാണ്. കൂടുതൽ കാലങ്ങളായി ഇതേ പോസിറ്റിവിറ്റിയുള്ള ഒരു ടീമാണ് അർജന്റീനയും. ഈ ഇത്രയും ഫുൾ ടീമായി ഏതാണ്ട് 17 അംഗങ്ങളും കഴിഞ്ഞ ലോകകപ്പിലുണ്ട്. ബ്രസീലിനും അതുപോലെയുണ്ട്. ഒരു പക്ഷേ 7-8 താരങ്ങൾ കഴിഞ്ഞ ലോകകപ്പിൽ കളിച്ച ടീം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ 7 താരങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, ടീമിന് പ്രായമാകുന്നു എന്നുള്ളത്. ഈ പഴയ താരങ്ങളെ നിലനിർത്തുന്ന 4 വർഷമായി. ആ 4 വർഷത്തിന് ശേഷവും പഴയ താരങ്ങളുമായി എത്തുന്നു എന്നുള്ളത് പറയുമ്പോൾ ടീമിൻ്റെ യുവത്വം കുറയുന്നു എന്നുള്ളത് കൂടെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. പ്രായം കൂടുന്നു എന്നുള്ളതാണ്. ബ്രസീൽ ടീമിൻ്റെ മിഡ്ഫീൽഡിൻ്റെയും അതോടൊപ്പം തന്നെ ഡിഫൻസിൻ്റെയും ശരാശരി പ്രായം നോക്കുമ്പോൾ അത് എബവ് 32 വരുന്നുണ്ട്. അതൊരു നല്ല സൂചനയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റാക്കിംഗ്
കോമ്പിനേഷനിൽ മാത്രമാണ് പ്രായക്കുറവുള്ളത്. അവിടെയാണ് എൻട്രിക്കുള്ളത്, റയാനുള്ളത്, ഈവൻ ഇപ്പോൾ നമ്മൾ പറയപ്പെടുന്ന വിനീഷ്യസ് ജൂനിയർ പോലും എബൌട്ട് 25 ആയി എന്നുള്ളതാണ്, റഫീനിയ ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ യുവതാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറ്റാക്കിങ്ങിൽ മാത്രമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ച് കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗുണം ബ്രസീലിന് ലഭിക്കും എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ പോലും പഴയ ബ്രസീലിൻ്റെ കളിയല്ല, ആ ശൈലിയിലല്ല. ഇപ്പോൾ ടിറ്റയുടെ ടീമിലാണ് ഇവരെല്ലാം നിരന്തരമായി കളിച്ചത്. ടിറ്റെ ഫ്ലാങ്സിനെയാണ് നന്നായിട്ട് യൂസ് ചെയ്തത്. അതിന് അദ്ദേഹത്തിന് അന്ന് വിഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യമല്ല ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴെന്നുള്ളതാണ്. കുറച്ചുകൂടെ മിഡ്ഫീൽഡിലേക്ക് തന്നെ അതെത്രത്തോളം ശുഷ്കമാണെങ്കിൽ പോലും അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും വിങ് ബാക്കുകൾക്ക് കയറി ഇറങ്ങി കളിക്കാനുള്ള പ്രായം അവരുടേത് അതല്ല, അതിനനുസരിച്ചുള്ള വേഗതയല്ല. നമുക്ക് ഡാനി ആൽസിനോടോ അല്ലെങ്കിൽ മാർസലോയോടോ കമ്പയർ ചെയ്യാവുന്ന രണ്ട് താരങ്ങളല്ല ഡാനിലോയും അലക്സാണ്ട്രോയും. അലക്സാണ്ട്രോ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈം ഉണ്ടായിരുന്നു 10 വർഷം മുമ്പ്. അദ്ദേഹത്തിൻ്റെ പീക്ക് കഴിഞ്ഞിട്ട് 10 വർഷമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പീക്കിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ബ്രസീലിയൻ ക്ലബ്ബിൽ കളിക്കുന്നത് തോന്നുന്നു. അപ്പം യൂറോപ്യൻ ക്ലബ്ബുകളിൽ ഇറ്റാലിയൻ ലീഗിൽ നിന്നെല്ലാം മാറി അദ്ദേഹം യുവന്റസിൽ നിന്ന് മാറിയിട്ടാണ് അദ്ദേഹം ബ്രസീലിൽ. അപ്പോൾ അദ്ദേഹമെല്ലാം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അസ്തമയ കാലഘട്ടത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിങ് ബാക്കുകളാണ്. അവരെ ഉപയോഗിച്ച് റഫീഞ്ഞയ്ക്കോ അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനോ പന്തെത്തിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. ഏരിയൽ ബോൾസിനെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ബ്രൂണോ ഗിമറാസിനെയും പക്കറ്റേയും കൂടുതൽ ആശ്രയിച്ച് അവരിലൂടെ കളി നിയന്ത്രിക്കുക എന്നുള്ളതായിരിക്കും ബ്രസീലിൻ്റെ ഒരു ശൈലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയേഷ്, അതിൽ ഏറ്റവും പ്രധാനം ഇനി ഈ ബ്രസീൽ ടീമിനെ അതിജീവിക്കാനുള്ളത് ക്വാർട്ടർ ഫൈനൽ പേടിയാണ്. അതായത് കഴിഞ്ഞ 5 ലോകകപ്പുകൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം 2014 സെമി ഒഴിച്ചെത്തിയ ബാക്കി എല്ലാ ലോകകപ്പുകളിലും അവർ ക്വാർട്ടർ ഫൈനലിൽ ഇടഞ്ഞു വീഴുന്ന, അതും പോകുന്ന ആർക്കും യൂറോപ്യൻ കരുത്തന്മാർക്ക് മുന്നിലാണ്. കഴിഞ്ഞ തവണ പോലും അവർ പുറത്താവുന്നത് ക്രൊയേഷ്യയുടെ ഷൂട്ടൗട്ട് തൊട്ടാണ്. അതിനു മുമ്പ് ബെൽജിയത്തോട് തോട്ട് പുറത്താവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ യൂറോപ്യൻ പേടി മറികടക്കാൻ ബ്രസീലിന് കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അത് മറികടന്നാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവചിക്കുന്ന കാര്യമാണ്. സെമിയിൽ ഒരു പക്ഷേ അർജന്റീന ബ്രസീൽ പോരാട്ടം വരാനുള്ള സാധ്യത കൂടി നിരീക്ഷകർ ഇത് പ്രവചിക്കുന്നുണ്ട്. അത്തരമൊരു ക്വാർട്ടർ ഫൈനൽ ഭീതി അവിടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് മറികടക്കാനുള്ള ശേഷി ഈ ടീമിനുണ്ടോ എന്നതും അതിന് പറ്റുന്ന തന്ത്രം എന്ത് എന്നുള്ളതുമാണ് ഒരു പ്രധാന ചോദ്യം. അത് പരിഹരിക്കാൻ എന്താണ് ഈ ടീമിന് മുന്നിലുള്ള മാർഗം? പരിഹരിക്കാനുള്ള ഏകമാർഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ പരിശീലകൻ തന്നെയാണ്. ഡോൺ കാർലോ ആണ് വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് കീഴിലൊരു ബിഗ് ടൂർണമെൻറ്റിലേക്ക് ഇതാദ്യമായിട്ട് ഇറങ്ങണം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്താണ് കാണിച്ചു വെച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് റയലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഗ്രൂപ്പ് റൗണ്ടിൽ നടക്കുന്ന ടീമിനെ ആവില്ല നമ്മൾ പ്രീ ക്വാർട്ടറിൽ കാണാൻ പോകുന്നത്. പ്രീ ക്വാർട്ടറിൽ കളിക്കുന്ന റയലിലാവും നമ്മൾ ഫൈനൽ കാണാൻ പോകുന്നത്. ഫൈനലിലൊരു വേറെ തന്നെ ടീമാണ് അവർ. അപ്പോൾ ബിഗ് ഗെയിമിൽ എങ്ങനെ തൻ്റെ ടീമിനെ ഇറക്കണമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നൊരു കോച്ച് തന്നെയാണ് അഞ്ചലോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ രീതിയിലായിരിക്കും ഇതിനെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ബ്രസീലിന് ഈ ഒരു മത്സരം ഇത് ആദ്യം നടക്കാൻ പോകുന്ന മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് വലിയ കോൺഫിഡൻസ് കിട്ടാൻ പോകുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ഫസ്റ്റത്തെ ഒരു ഹെവി വെയിറ്റ് പോരാ. അപ്പോൾ ഒരു പരിധിവരെ പ്രീ ക്വാർട്ടറിനേക്കാളും അല്ലെങ്കിൽ ക്വാർട്ടറിനേക്കാളും വലിയ ഹെവി വെയിറ്റ് പോരാട്ടങ്ങളിലൊന്നാണ് അവർക്ക് കിട്ടാൻ പോകുന്ന മൊറോക്കോ എന്ന് പറയുന്നത്. അത്രത്തോളം കരുത്തുറ്റ എതിരാളികളാണ്. ഒരു ക്വാർട്ടർ ഏറെക്കുറെ ഉറപ്പിക്കാൻ തക്ക ശേഷിയുള്ള ടീമുകളിലൊന്നു തന്നെയാണ് മൊറോക്കോയും. അപ്പോൾ ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ കോൺഫിഡൻസ് നൽകും. അത് സ്വാഭാവികമായിട്ടും ഇതേ ആശങ്ക നേരത്തെ അനുപേട്ടം പറഞ്ഞ അതേ ആശങ്ക അർജന്റീനയ്ക്കും ഉണ്ടായിരുന്നു. യൂറോപ്യൻ ടീമുമായിട്ട് കളിക്കുമ്പോൾ അർജന്റീനയ്ക്കും വലിയ ആശങ്കകൾ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഉണ്ട്. പക്ഷേ 2022 അത് മാറ്റി. അവർ നെതർലൻഡ്സിനെ അടക്കം അടിച്ചിട്ടുകൊണ്ട് വരുന്നു. ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ക്രൊയേഷ്യക്കെതിരെ വരെ വലിയ രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അർജന്റീന എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അത്തരത്തിലൊരു സാധനം സ്വാഭാവികമായിട്ടും അത് കളിച്ച് മാനസികമായിട്ട് തെളിഞ്ഞു വരേണ്ടതാണ്. അതിനുള്ള ഊർജ്ജം ആഞ്ചലോട്ടി നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബ്രസീൽ ടീം എവിടെ വരെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഫൈസലിൻ്റെ മനസ്സിലുള്ളത്. ഈ യൂറോപ്യൻ ടീമുകളോടുള്ള പ്രകടനം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി വന്നതിന് ശേഷം ക്രൊയേഷ്യയുമായി ബ്രസീൽ വലിയ വിജയം നേടിയിട്ടുണ്ട്. അതേസമയം ഫ്രാൻസിനോട് തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കളിയിൽ ബ്രസീലിൻ്റെ പ്രകടനം അത്ര മോശമായിരുന്നില്ല. 2-1 എങ്ങാണ്ടാണ് ബ്രസീൽ തോറ്റത് എന്നുള്ളതാണ്. എങ്കിൽ പോലും യൂറോപ്യൻ ടീമുകളോട് ക്രൊയേഷ്യയെ പോലുള്ള ഒരു ടീമിനെ തോൽപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രസീലിന് ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ബ്രസീലിന് യൂറോപ്യൻ ടീമുകളോട് സ്കോട്ട്ലൻഡുമായി മത്സരിക്കേണ്ടതുണ്ട്. അതിനുശേഷം വരുന്ന ടീമുകളാണെങ്കിൽ പോലും അട്ടിമറികളില്ലാതെ പോവുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 32 സ്വീഡൻ ഒരു പക്ഷേ ബ്രസീലിനെതിരായി വരാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. പിന്നീടും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നോർവേ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീടാണ് കൂടുതൽ ശക്തരായ എതിരാളിയിലേക്ക് ഫ്രാൻസൊക്കെ വരാനുള്ള സാധ്യത കാണുന്നത്. അപ്പം ഓരോ മത്സരവും നിർണായകമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു ആരാധകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ബ്രസീൽ ടീമിനെ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു 2002 ഇപ്പോൾ 98 യഥാർത്ഥത്തിൽ 94
ശേഷം തന്നെ ബ്രസീലിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ടീം എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. അപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഏറ്റവും ഇപ്പോൾ പെലെയുടെയും ഇതൊക്കെ കാലം, സീക്കോയുടെ ഒക്കെ കാലം, ഗ്യാരഞ്ചിയുടെ കാലം നമ്മൾ മാറ്റിവെക്കുക. അതിനുശേഷം പക്ഷേ ബ്രസീലിൻ്റെ ഒരു ഗോൾഡൻ ജനറേഷൻ, ബ്രസീലിനൊരു ഇതേപോലെ ഒരു 24 വർഷത്തെ കപ്പ് വരൾച്ചയുണ്ടായിരുന്നു 94 വരെ. ആ ഒരു വരൾച്ചയ്ക്ക് ശേഷം പിന്നീട് ഒരു ഗോൾഡൻ ജനറേഷനായിരുന്നു. 94 കപ്പടിക്കുന്നു, 98 ഫൈനലിലെത്തുന്നു, 2002 കപ്പടിക്കുന്നു. അങ്ങനെ 3 ലോകകപ്പിൽ തുടർച്ചയായ ബ്രസീലിൻ്റെ അക്കാലയളവിലുള്ള മുഴുവൻ കിരീടങ്ങളും, ഇപ്പോൾ അന്ന് കോൺഫെഡറേഷൻ കപ്പ് ഉണ്ടായിരുന്നു, അത് സ്വന്തമാക്കുന്നു, കോപ്പ അമേരിക്ക എല്ലാം ബ്രസീലിന്റെ ഒരു കോൺഫെഡറേഷൻ കപ്പില് കക്ക ഒരു ഗോൾ അടിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അർജന്റീനയ്ക്ക് പോയിട്ട് എന്തൊരു ഷോട്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫൈസൽ പറയുമ്പോഴേ ഞാൻ മനസ്സിലായ ടീമുകൾ, അതിനുശേഷമുള്ള ടീമുകൾ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ R9, റിവാൾഡോ, കക്ക, റൊണാൾഡീനോ, റോബീനിയോ, എന്ത് ടീമായിരുന്നു അതൊക്കെ. അപ്പോൾ അവരോട് താരതമ്യം ചെയ്യാൻ പോലും പറ്റുന്ന താരങ്ങളില്ല ഈ ടീമിൽ എന്നുള്ളതാണ് നമ്മളെ നിരാശരാക്കുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് സെൻട്രൽ സ്ട്രൈക്കറുടെ അഭാവം, യഥാർത്ഥത്തിൽ റൊണാൾഡോ കാരണതിന് ശേഷം വന്നൊരു അഡ്രിയാനോ ആയിരുന്നു അതിലേക്ക് നമുക്ക് വെക്കാവുന്ന ഒരു പ്ലെയർ. പക്ഷെ അദ്ദേഹത്തിന് പക്ഷേ ആ തരത്തിലേക്ക് തിളങ്ങ, ഇപ്പോൾ റൊബീനിയോ ആണെങ്കിൽ പോലും അത്രത്തോളം തിളങ്ങിയിട്ടില്ല. ആ ഒരു വാക്കം അവിടെയുണ്ട്. റൊണാൾഡോയ്ക്ക് ശേഷം അവിടെ ഒരു വാക്കമുണ്ട്. അതിനേക്കാളെല്ലാം ഇപ്പോൾ റൊണാൾഡീഞ്ഞോ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ കക്ക കാലഘട്ടത്തിന് ശേഷം ഒരു മിഡ്ഫീൽഡിൽ ആ തരത്തിൽ കളി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനില്ലാതെ പോയി. അത് ബ്രസീൽ ഫുട്ബോൾ ഇപ്പോൾ സ്കൊളാരി, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്കൊളാരി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ചാണ്. പക്ഷേ സ്കൊളാരി ഉണ്ടാക്കിയിട്ടുള്ള ഡിഫെൻസീവ് ഗെയിം ബ്രസീലിയൻ ഫുട്ബോളിൽ വളരെ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഫലമായിട്ടാണ് ബ്രസീലിയൻ ടീം അവരുടെ തനതായ ശൈലി വിട്ട് കൂടുതൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ, ഇപ്പോൾ ബ്രസീലുകാരനായ ടിറ്റെ പോലും 2 ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ടാണ് നിരന്തരം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുടനീളം ടീമിനെ തയ്യാറാക്കിയത്. അത് ബ്രസീലിയൻ ഫുട്ബോളിനെ ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് വരുന്നതിനെ തടഞ്ഞിട്ടുണ്ട്, അവരെ കൂടുതൽ അവസരം ലഭിക്കുന്നതിനെ തടഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുണ്ടായ പ്രതിസന്ധികൾ ബ്രസീലിയൻ ടീമിൽ ഇപ്പോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ലോകകപ്പിലെയും ഈ ലോകകപ്പിലെയും ബ്രസീലിൻ്റെ പോരായ്മകൾ തുല്യമാണ്. അത് മിഡ്ഫീൽഡിലെ പോരായ്മയാണ്. പക്ഷേ കഴിഞ്ഞ തവണ 2 ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ഉപയോഗിച്ചതിന് പകരമായി ഇത്തവണ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറെ ബ്രൂണോ ഗിമറാസിനെ ഉപയോഗിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതൊരു പോസിറ്റീവാണ് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ടീമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ദുർബല ബ്രസീലിനെ തന്നെ താരതമ്യം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരല്പം ദുർബലമാണ് ടീം എന്ന് പറയേണ്ടി വരും. എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഈ കോച്ചിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാഞ്ചലോട്ടി പോലുള്ള ഒരു കോച്ചിനെ കിട്ടുന്നു എന്നുള്ളത് അല്പം പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ അമിതമായ പ്രതീക്ഷ ഈ ടീമിൽ വെക്കുന്നത് ഈവൻ ബ്രസീലുകാർക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. കസമേറോയോട് ഈ ലോകകപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പോലും ബ്രസീലിനെ ടോപ്പ് ഫേവറേറ്റുകളിൽ എണ്ണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റൊണാൾഡീഞ്ഞോ ഈ ലോകകപ്പിൽ ബ്രസീലിനെ ടോപ്പ് ഫേവറേറ്റുകളിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് യാഥാർത്ഥ്യമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല അവർക്കുണ്ടാകുമായിരുന്ന എഡ്ജെല്ലാം പരിക്ക് മൂലം നഷ്ടപ്പെട്ടു. എസ്റ്റെവാവോ എന്ന് പറയുന്ന ഒരു പ്ലെയർ സമീപകാലത്ത് ബ്രസീലിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും കരിസ്മാറ്റിക് ആയിട്ടുള്ള ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പരിക്ക് മൂലം റോഡ്രിഗോ വിനീഷ്യസ് കൂട്ടുകെട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ചർച്ച മാറിപ്പോകുമായിരുന്നു എന്നുള്ളതാണ്. പക്കറ്റെ നമ്മൾ അവിടെ ചർച്ച പോലും ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആഞ്ചലോട്ടിക്ക് കീഴിൽ റയലിൽ ഇവരെല്ലാം കളിച്ചതെല്ലാം നമുക്കറിയുന്നതാണ്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യം കൂടി ഈ ടൂർണമെൻറ്റിലുണ്ട്. പിന്നെ മാത്രമല്ല ഏറ്റവും ശക്തരായിട്ടുള്ള ഒരു എതിരാളിയെ വെച്ച് തുടങ്ങുന്നത് എന്തായാലും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നല്ലതാണ് എന്നുകൂടെ ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രഡിക്ഷനും കൂടി പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു. ഞാൻ പ്രഡിക്ഷനും വന്നിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ആഗ്രഹിക്കുന്നത്. 2022 നമുക്ക് നോക്കാം. ബ്രസീൽ ആരാധകരോട് പറയാനുള്ളതാണ്, ഒരുപക്ഷേ ഈ മത്സരത്തിൽ അവരൊരു തിരിച്ചടി നേരിട്ടാൽ പോലും 2022 അർജന്റീന സൗദി അറേബ്യ നേരിട്ട തോൽവിയിൽ നിന്ന് അവർ എങ്ങനെ പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വന്നു എന്നതൊരു പാഠമാക്കിയാൽ, സ്ഥിരം പരമ്പരാഗത എതിരാളികളെ പാഠമാക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഊർജ്ജമായിരിക്കും ബ്രസീലിന് നൽകാൻ പോകുന്നത്. ഇന്ന് മൊറോക്കോയോട് തോൽക്കുകയാണെങ്കിൽ പോലും അത് ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീമിനാണ്. ഇനി ബാക്കിയുള്ളത് ഹെയ്തിയും സ്കോട്ട്ലൻഡുമാണ്. അവരെ മറികടക്കുക എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ച അത് വലിയ കടമ്പയായിരിക്കില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്വാർട്ടർ ഫൈനൽ വരെയെങ്കിലും ഞാൻ ബ്രസീലിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ക്വാർട്ടർ ഫൈനലുകളാണ് അവരുടെ ശക്തി ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഘടകം, പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘടകം. അതും മറികടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെമി വരെ ഞാൻ ഉറപ്പായിട്ടും ബ്രസീലിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ലോകകപ്പിൽ. പക്ഷെ ഞാൻ എന്തായാലും ഈ മത്സരം ബ്രസീൽ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതാണ്. ശക്തരായ എതിരാളികളാണ്. പക്ഷേ വലിയ സ്കോറിലേക്കൊന്നും ഈ മത്സരം പോകാൻ സാധ്യതയില്ല. 1-0 അല്ലെങ്കിൽ 2-1 എന്നുള്ള സ്കോറിലേക്ക്, അതിനപ്പുറത്തേക്ക് സ്കോർ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡേഞ്ചറാണ്. അത് ബ്രസീലായിരിക്കില്ല അടിക്കുക എന്നുള്ളതാണ്.
ഈ മത്സരത്തിന്റെ സ്കോർ 2 ഗോളിൽ കൂടുതലുള്ള ഒരു വിജയമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ബ്രസീലിന്റെ തോൽവിയായിരിക്കും. കാരണം ഒരു ഗോൾ കിട്ടിയാൽ ബ്രസീൽ സ്വാഭാവികമായും തളരാനുള്ള ഒരു സാധ്യതയുണ്ട്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ഈ യോഗ്യതാ റൗണ്ടുകളിലെല്ലാം കണ്ടതാണ്. തുടക്കത്തിൽ ഗോൾ വഴങ്ങുകയും ഭയങ്കര നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ബ്രസീൽ കോൺഫിഡൻസോടുകൂടെ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബ്രസീൽ ഇപ്പോൾ കഴിഞ്ഞ ഈ സന്നാഹ മത്സരങ്ങളിൽ കണ്ട യോഗ്യതാ റൗണ്ടിൻ്റെ അവസാന മത്സരങ്ങളിൽ കണ്ട ബ്രസീലിനെയാണ് കാണുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മത്സരം ജയിക്കാൻ ഉള്ള ശേഷി ബ്രസീലുണ്ട്. സ്വാഭാവികമായിട്ടും ബ്രസീൽ ഗോൾ വഴങ്ങുന്നത് ഒരു ആശങ്ക തന്നെയാണ്. ആശങ്കയുണ്ട്. പാനമയ്ക്കെതിരെ 6 അടിച്ചെങ്കിലും 2 വാങ്ങിയിട്ടുണ്ട്. ഈജിപ്തിനെതിരെ 2-1 സ്കോർ. അപ്പോൾ ഈ ഡിഫൻസ് ലൈന് ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷനിൽ ഇങ്ങനെ എത്താം. എന്തായാലും ഒരു ഘട്ടത്തിൽ യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ബ്രസീൽ ഇല്ലാത്തൊരു ലോകകപ്പായിരിക്കുമോ ഇത് എന്ന ആശങ്കകൾ ഒരു ഘട്ടത്തിൽ ഉയർന്നതാണ്. പക്ഷേ അതൊക്കെ മറികടന്ന് ബ്രസീൽ ഇതാ എത്തിയിരിക്കുന്നു. അവരുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നത് അത് എവിടെ വരെ എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാവുന്ന കാര്യം. എന്തായാലും മികച്ച പോരാട്ടം തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വെച്ചു പുലർത്താം. ഈ ടീമിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. മത്സരവിശേഷവുമായി നാളെ വീണ്ടും കാണാം. ഇതേ സമയം നമസ്കാരം.